നിവാസ് ഗ്യാരേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എൻ്റെ ഗ്യാരേജാണെന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ ഈ ക്യാമറമാനായ എൻ്റെ ചേട്ടനായ ശ്രീഹരിക്ക് ഒരു ഗ്യാരേജ് ഉണ്ട്. എന്തായിരുന്നു? SR ഗ്യാരേജാ. ശ്രീഹരിയുടെ SR. അപ്പോൾ അത് SR ഗ്യാരേജ് ആവും അല്ലേ? അല്ലേ ശ്രീഹരി? SR ഗ്യാരേജ്. അപ്പം എൻ്റെ ഈ ഗ്യാരേജിലിപ്പം എന്നാ നിരത്തിലുള്ളത് അങ്ങനെ കാളി വണ്ടി, ഈ വണ്ടിയുടെയൊക്കെ വ്ളോഗ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു സ്റ്റാലിയൻ കിടപ്പുണ്ട്, അശോക് ലൈലാൻഡിൻ്റെ തന്നെ. അപ്പം ഗൈസ്, ഇതെൻ്റെ സ്കൂളിലെ വണ്ടിയാണ്, ഐഷറാണ്. അപ്പം ഇതുണ്ടാക്കാൻ എനിക്ക് വെറും 2 ദിവസമേ പാടുപെട്ടുള്ളൂ. ഉണ്ടല്ലേ? പിന്നെ ഇത് ഫുള്ളി ഹാൻഡ് മെയ്ഡാണ്. കാടിളക്കി വരണം കൊമ്പനെ തിളച്ചത് ശരിയാ. കണ്ടല്ലേ? അപ്പം പിന്നെ എമർജൻസി ഗ്ലാസ്. ഇതിനെക്കുറിച്ച് അധികം പറയാനൊന്നുമില്ല, കാരണം ഇത് ചെറിയൊരു സ്കൂൾ വണ്ടിയാണ്. ഇതിനെക്കുറിച്ച് അങ്ങനെ അധികം എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഈ വണ്ടിയുടെ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വണ്ടി കാണാം. ഇതിപ്പം നമ്മൾ സമയമായിട്ടുള്ള ഗ്ലാസ്സൊക്കെ പിടിപ്പിക്കണം. ഇനി പിന്നെ ഡോർ പിടിപ്പിക്കണം. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഗ്ലാസ് പിടിപ്പിക്കും. പിന്നെ ഇവിടെ ഡോറ് പിടിപ്പിക്കും. ആയിട്ടില്ല, ആവും. അപ്പോൾ ഇന്നത്തെ അടുത്ത വണ്ടി അപ്പോൾ മറ്റമ്മൻ്റെ ലോകത്തിൽ ഏറ്റവും വലിയൊരു വണ്ടിയാണ്. കണ്ടില്ലേ? പോസ്റ്റർ വരെ ഉണ്ട്. ഇതൊരു KSRTCയുടെ വണ്ടിയാണ്. ഞാൻ കുത്തിയിരുന്നപ്പോൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം വണ്ടി ചെറിയ ക്രാഷ് ടെസ്റ്റ്, ഇതൊന്നും നോക്കണ്ട, ഇത് ചെറിയൊരു ക്രാഷ് ടെസ്റ്റ് നടത്തിയാണ്. അതൊന്നും നോക്കണ്ട. ഒരു KSRTCയുടെ ഒരു മോഡലാണ്. അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് കണ്ടിട്ട് ആരും ഒന്നും എന്നാ കരുതരുതേ. പൈസ ഞാൻ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വണ്ടിയാണ്. അങ്ങനെയാണ് താഴ്ത്തി വണ്ടി. ഇതിനകത്ത് ഇത് നമ്മൾ കുറച്ചിട്ടില്ല, എല്ലാം ഉണ്ട്. സീറ്റ് അടക്കമുണ്ട്. പിന്നെ മിററൊക്കെ ഒറിജിനലാണ്, കാണാം. പിന്നെ അതെ ഡോറ് തുറക്കാം. കണ്ടില്ലേ? ഡോർ ഫുൾ ഫ്ലെക്സിബിൾ ആണ്. ഏത് രീതി വേണമെങ്കിൽ നമുക്ക് തലയിരിച്ച് വരെ തുറക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ബോഡി കാർഡ്ബോർഡാണ്, നല്ല കട്ടിയാണ്. സാധാരണ നമ്മളൊരു വണ്ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഫോം ഷീറ്റൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിലിംഗ് കാണാൻ ചെയ്യാം. പക്ഷേ ഫോം ബോർഡ് വെച്ച് ഉണ്ടാക്കാൻ നല്ല പാടാണ്. ക്യാറ്റ് ബോർഡ് വെച്ച് ഉണ്ടാക്കാൻ നല്ല പാടാണ് അല്ലേ? ഇതിപ്പം കണ്ടില്ലേ, ഭയങ്കര എത്ര നമ്മൾ പ്രയാസപ്പെട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ഈ വണ്ടി ഉണ്ടാക്കാൻ എനിക്ക് 1 മാസത്തോളം എങ്കിലും എടുത്തു. എത്ര രൂപ ഇത് റെഡിയാക്കണമെങ്കിൽ? 5 പൈസ വേണ്ട. 5 പൈസ പോലും നമ്മളിത് ഉണ്ടാക്കിയാണ്. പക്ഷെ പൈസ ഉള്ള കുറേ വണ്ടികളുണ്ട് അല്ലേ? പൈസ പൈസ ചെലവെന്ന് പറഞ്ഞാൽ പശയ്ക്ക് മാത്രം മതി. പിന്നെ എന്നാ നമ്മുടെ ഈ KSRTCനെ കുറിച്ചൊരു വാക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ശ്രീഹരി പറയും. എങ്ങനെയാണ്? KSRTC എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ, കേരളത്തിൽ തന്നെ ഫേമസ് വണ്ടിയല്ലേ? പിന്നെ എന്നാ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ കുറേ പണിയിട്ടുണ്ട്. പിന്നെ ഹൗസാണ് സമ്മതിക്കണം. നമ്മളിത് കുറേ പണിയെടുത്താണ് ശിവത്തിൽ ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹൗസിങ്ങിൻ്റെ മോഡൽ പോലെ പണിയാനുണ്ട്. വേണ്ട, ഇവിടെ ഫെസ്ക്യൂക്കിൻ്റെ പീസൊക്കെ ഇരിപ്പുണ്ട്. ആൻസറാണ് അത്. ഇത് മറ്റേ ടാങ്കില്ലേ, ഡീസലിൻ്റെ ടാങ്ക്. പിന്നെ ഇത് നമ്മുടെ സ്റ്റെപ്പനി വീൽ. ഇവിടെ ഒരു ഹൗസിങ്ങിൻ്റെ ഒരു മോഡൽ പിടിപ്പിക്കണം. അപ്പോൾ ഇത് ഇത്ര ഉള്ളു. അടുത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആയിരിക്കണ വണ്ടിനെ കുറിച്ച് പറയുകയാണ്. അതൊക്കെ ചെയ്തതാണ്, ആ വണ്ടിയുടെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാരണം അത് കാണിക്കേണ്ട കാര്യമില്ല. ആയിരിക്കണ ലോറിയുടെ നമ്മൾ ഇതിനി ആകെ ഒരു വണ്ടിയുടെ കൂടെ പരിചയപ്പെടാനുള്ളൂ. അപ്പോൾ അതിന് കേൾക്കാം. അപ്പോൾ ഇതാണ് ലുട്ടാപ്പി എന്ന് പറഞ്ഞ മെക്സിക്കൻ എന്ന് പറഞ്ഞ വണ്ടി. ഇത് ഭദ്ര സെഡ്വേഗ വണ്ടി. ഇത് കത്തനാര് എന്ന് പറഞ്ഞ വണ്ടി, കൊക്കൈൻ ഹോളിഡേയ്സിൻ്റെ ആണ്. ഇത് കാളി. ഒരു എൻ്റെ ഗ്യാരേജിലെ കാളി കിടപ്പുണ്ട് അപ്പുറത്ത്. കാടിളക്കി വരണ കൊമ്പനെ തിളച്ചത് ശരിയാ, നീ കേട്ടത് ശരി. ഓക്കെ, ഇനി നമുക്ക് എൻ്റെ ഗ്യാരേജ് കാണാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഗ്യാരേജും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗ്യാരേജിലൊരു അതിഥിയാണ്. പിന്നെ അതെ കയാക്കുണ്ട്, മീൻപിടുത്തത്തിനൊക്കെ പോകാൻ വേണ്ടിയുള്ള കയാക്കാണിത്. ചുമ്മാ ഒരു കയാക്കിൻ്റെ മോഡലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബോർഡുണ്ട്. എന്തൊക്കെ എഴുതിയെന്നൊക്കെ പറഞ്ഞു. കളറിങ്, അണ്ടർ ബോഡി കോട്ടിങ്, PPF, സെറാമിക്, ഡംപിങ്, ലൈറ്റ് വർക്ക്, ആക്സസറി, സ്റ്റിക്കർ വർക്ക്. ഇത്രേ ഉള്ളൂ. പിന്നെ പറയുകയാണ് ഗ്യാരേജിൻ്റെ സ്വന്തം കറുത്ത മുത്തെന്നറിയ പച്ച മുത്തെന്നറിയപ്പെടുന്ന സ്റ്റാലിയൻ. കണ്ടല്ലേ? ഗ്യാരേജിന് വേണ്ടി പുതിയ വർക്ക്. ഗ്യാരേജിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ്. കണ്ടല്ലേ? ഇതിലുണ്ട് ഹൗസിങ്ങിൻ്റെ ഒരു മോള്. കാടിളക്കി വരണ കൊമ്പൻ. ഇപ്പം എല്ലാം കൂടി കൂടി എത്ര വണ്ടി? ഇതിപ്പോൾ 1 2 3 4 5 6 7 വണ്ടി. 7 വണ്ടി.
അപ്പം അത് ഓ ഗൈസ് 8 വണ്ടിയാണ്, സോറി 9 വണ്ടി 10 വണ്ടി. ആ ഗൈസ് 10ാമത്തെ വണ്ടി. നമുക്ക് 10 കൂട്ടാൻ പറ്റുന്നില്ല, നല്ല കൂട്ടമല്ലേ. അപ്പം ഇത്രയും വണ്ടിയാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിപ്പം 56 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.